ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ആക്ച്വലി നമ്മുടെ BSNL ഫൈബർ ഉണ്ടല്ലോ, FTTH BSNL ഫൈബറിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ഒരു പ്ലാൻ ഇറങ്ങിയിട്ടുണ്ട്. അതായത് 249 പ്ലാൻ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം, നോർമലി ഇപ്പോൾ നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് 339 അതുപോലെ തന്നെ 399 ലോവസ്റ്റ് പ്ലാൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നോർമലി നിങ്ങൾക്കറിയാം, ഇപ്പോൾ മിക്ക ആളുടെ കയ്യിലും നമുക്ക് അറ്റ്ലീസ്റ്റ് മൾട്ടിപ്പിൾ ഫൈബർ കണക്ഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കുറേ പേരൊക്കെ ബേസ് വേരിയൻറ്റ് എടുത്തിട്ടായിരിക്കും നോർമലി ഇപ്പോൾ BSNL ആയിക്കോട്ടെ ഏതാണ് അവരുടെ സെക്കൻഡറി പ്ലാൻ അതിനെ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സൈഡിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം BSNL. ഇത് ആക്ച്വലി പുതിയതായിട്ട് എടുക്കുന്ന കസ്റ്റമർക്ക് മാത്രമാണ് ഈ പ്ലാൻ കിട്ടുള്ളൂ കേട്ടോ. 249 പ്ലാൻ എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ലോക്കൽ കോളും STD കോൾസ് ഒക്കെ കിട്ടും. നിങ്ങൾക്കറിയാം ഫൈബറിൻ്റെ കൂടെ നമുക്ക് വോയിസ് ഫ്രീ ആണ്. നിങ്ങൾക്കൊരു നോർമൽ ലാൻഡ് ലൈൻ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും. അത് മാത്രമല്ല, നമുക്ക് 10 GB ഡാറ്റ ആണ് നമുക്ക് കിട്ടുന്നത് പെർ മന്ത്. അത് 25 MB/s വരിക. ഈ 10 GB ഡാറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് നമ്മുടെ 25 MB/s സ്പീഡിൽ നിന്ന് 2 MB/s ആയിട്ട് മാറും. അതാണ് ഇവരുടെ ഈ പ്ലാനിൻ്റെ എന്താ പറയുക ഒരു ഫീച്ചേഴ്സ്. ഇത് വാലിഡിറ്റി 1 മന്ത് തന്നെയാണ്. അപ്പോൾ പെർ മന്താണ് 10 GB. 10 GB എന്ന് പറയുമ്പോൾ കുറവാണ്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡറി പ്ലാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ കുഴപ്പമില്ല എന്ന് മാത്രം. അപ്പോൾ 259 രൂപ പ്ലസ് GST ആയിട്ട് വരും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 300-ന് താഴെ നിൽക്കും നമുക്ക് സുഖമായിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു ലോക്കൽ കോൾസും STD കോൾസും ഫ്രീ ആണ്. 10 GB ഡാറ്റ നമുക്ക് 25 MB/s സ്പീഡിൽ കിട്ടുന്നുണ്ട്. സ്പീഡ് റെഡ്യൂസ് ടു അപ് ടു 2 MB/s ആഫ്റ്റർ ദ 10 GB ലിമിറ്റ്, വാലിഡ് ഫോർ 1 മന്ത് ആണ് കേട്ടോ. അപ്പോൾ പുതിയ പ്ലാനാണിത്. അപ്പോൾ നിങ്ങൾ ഒരു പുതിയതായിട്ട് ഇപ്പോൾ BSNLൻ്റെ FTTH കണക്ഷൻ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്ലാൻ സെലക്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 6 മാസത്തേക്കാണ് ഇത് അവൈലബിൾ ആയിട്ട് കിട്ടുക. അതിന് ശേഷം നോർമലി ഓട്ടോമാറ്റിക്കലി അടുത്ത പ്ലാനിലേക്ക് മാറും കേട്ടോ. ഇവരുടെ എങ്ങനത്തെ എന്താ പറയുക ഇൻട്രൊഡക്റ്റഡ് എന്താ പറയുക അതിന് എന്തൊരു പ്ലാൻ പേരുണ്ട്, ന്യൂ കണക്ഷൻ ഇൻട്രൊഡക്ടർ ഓഫറോ അങ്ങനെ എന്തോ ആണ് സംഭവം തോന്നുന്നില്ല. അത് ഇൻട്രൊഡക്ടർ ഓഫർ എന്നാണോ അതോ എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല. പുതിയ കണക്ഷൻ എടുക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഓഫറാണ് കേട്ടോ. അതായത് ചില പ്ലാനുകളുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് വേറെ പ്ലാൻ ഉണ്ടാകും, അത് 3 മാസത്തേക്ക് നമുക്ക് അടുപ്പിച്ചെടുക്കായിരുന്നു. 3 മാസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 599 പ്ലാനിലേക്ക് മാറും. ഇതാകുമ്പോൾ 6 മാസത്തേക്ക് നമുക്ക് എടുക്കാം. 6 മാസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 399 പ്ലാനിലേക്ക് മാറും. അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരെങ്കിലൊക്കെ ഫൈബർ പ്ലാൻ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ നോക്കാൻ മറക്കണ്ട. പ്രത്യേകിച്ച് സെക്കൻഡറി പ്ലാൻ ആയിട്ട് നോക്കുന്നുള്ളവർക്ക് കേട്ടോ. എന്ന് വെച്ചാൽ ഡാറ്റ പെർ മന്ത് ഡാറ്റ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെക്കൻഡറി പ്ലാൻ എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ.